ഹലോ! അങ്ങനെ വിഷുവൊക്കെ ഇങ്ങെത്തി. അപ്പൊ നമുക്ക് വിഷു സ്പെഷ്യലായിട്ട് എന്തേലൊക്കെ ചെയ്തെടുക്കണ്ടേ? അപ്പൊ നമുക്ക് കുറച്ച് കണിക്കൊന്ന ചെയ്തെടുക്കാം. ഞാൻ 2 തരത്തില് ചെയ്തെടുക്കുന്നുണ്ട്. പിന്നെ കഴിഞ്ഞ വീഡിയോയിലുള്ളത് പോലെ തന്നെ ഈ വീഡിയോയിൽ ഞാൻ ചെറിയൊരു ക്വസ്റ്റ്യൻ ചോദിക്കുന്നുണ്ട്. അപ്പൊ വീഡിയോ സ്കിപ്പ് ചെയ്യാണ്ട് മുഴുവനായിട്ട് കണ്ടോളി. ഒത്തിരി ഗിഫ്റ്റ് നിങ്ങളെയും കാത്തിരിപ്പുണ്ട്. സോ ലൈക്ക് ആൻഡ് സബ്സ്ക്രൈബ് ചെയ്ത് കൂടെ കൂടിക്കോളി. അപ്പൊ നമുക്ക് ആദ്യത്തെ മെത്തേഡിലേക്ക് പോവാം. ഇതേപോലുള്ള ഒരു കവർ വെച്ചിട്ടാണ് ഞാൻ ആദ്യത്തെ കണിക്കൊന്ന സെറ്റ് ചെയ്തെടുക്കുന്നത്. ഇതിൽ നിന്ന് നമുക്ക് ചെറിയൊരു പീസ് കട്ട് ചെയ്തെടുത്ത് ഇതേപോലെ ഒന്ന് മടക്കിയെടുത്ത് പെറ്റൽ ഷേപ്പിൽ കട്ട് ചെയ്തെടുക്കണം. ശേഷം അതൊക്കെ ഒന്ന് വെച്ചിട്ട് കുറച്ച് പെറ്റൽസ് നമുക്ക് സെറ്റ് ചെയ്തെടുക്കണം. അപ്പോൾ ഒരു പീസ് എടുത്ത് ഇങ്ങനെ പിടിച്ചിട്ട് ഒരു എൻഡ് നമുക്ക് ഇതേപോലെ ഒന്ന് ചെയ്ത് കൊടുത്തിട്ട് നൂല് വെച്ചിട്ട് ഒന്ന് കെട്ടിക്കൊടുക്കാം. ത്രെഡ് വെച്ചിട്ട് ഒന്ന് കെട്ടിക്കൊടുക്കാം. അങ്ങനെ കുറച്ചധികം ചെയ്തെടുക്കുന്നുണ്ട്. ഞാൻ വേറൊരു മെത്തേഡ് കൂടി കാണിച്ചു തരാം. നമ്മൾ കട്ട് ചെയ്ത പീസ് എടുക്കുക. ഒരെൻഡിൽ കുറച്ച് ഗ്ലൂ ആക്കിയിട്ട് അത് അവിടെ ഒന്ന് ചുരുട്ടി കൊടുത്താലും മതി. അങ്ങനെയും നമുക്ക് പെറ്റൽസ് സെറ്റ് ചെയ്തെടുക്കാം. അപ്പോൾ ഞാൻ ഈ 2 മെത്തേഡിലുമാണ് പെറ്റൽസ് സെറ്റ് ചെയ്തെടുക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ഇതിൽ ഏതാണോ എളുപ്പം അത് വെച്ചിട്ട് നിങ്ങൾ ചെയ്തോളി. ഇനി ഇതിന്റെ ഡീറ്റെയിലിംഗ് കൊടുക്കാൻ വേണ്ടിയിട്ട് തിൻ ആയിട്ടുള്ള യെല്ലോ കളറിലുള്ളതും അതേപോലെ ഗ്രീൻ കളറിലുള്ളതും ആയിട്ടുള്ള സ്റ്റെം ചെയ്തെടുക്കണം. അതിന് ചെറിയൊരു യെല്ലോ പീസ് കട്ട് ചെയ്തെടുത്തിട്ട് ഒരു സൈഡിൽ ഗ്ലൂ ആക്കിയിട്ട് കൈ വെച്ചിട്ട് ഇതേപോലെ ഒന്ന് ചെയ്തെടുത്താൽ മതി. ഫാബ്രിക് ഗ്ലൂവോ അല്ലെങ്കിൽ ഗ്ലൂ സ്റ്റിക്കോ ഒക്കെ യൂസ് ചെയ്താൽ മതി. അതല്ലെങ്കിൽ നിങ്ങളുടെ കയ്യിൽ വയറോ അല്ലെങ്കിൽ ത്രെഡൊക്കെ ഉണ്ടെങ്കിൽ അത് യെല്ലോ കളറിലോ അല്ലെങ്കിൽ ഗ്രീൻ കളറിലൊക്കെ ഡിപ്പ് ചെയ്തെടുത്ത് ഒന്ന് ഡ്രൈ ആക്കി എടുത്തിട്ടും നമുക്ക് സ്റ്റെമ്മ് സെറ്റ് ചെയ്തെടുക്കാൻ പറ്റും. ഇനി നമുക്ക് ഇതൊക്കെ വെച്ചിട്ട് നമ്മളെ കണിക്കൊന്ന സെറ്റ് ചെയ്തെടുക്കണം. ആദ്യം നമുക്ക് പെറ്റൽസ് എടുക്കാം. എന്നിട്ട് അതിനിടയിൽ നമ്മൾ സെറ്റ് ചെയ്ത് വെച്ച യെല്ലോ ആൻഡ് ഗ്രീൻ കളറിലുള്ള സ്റ്റെമ്മ് വെച്ച് കൊടുക്കാം. ഗ്രീന് കുറച്ച് ലെങ്ത്തിലും യെല്ലോ അതിൻ്റെ താഴെ വരുന്ന രീതിയിലാണ് കേട്ടോ അറേഞ്ച് ചെയ്യേണ്ടത്. 2-3 പെറ്റൽസ് കൂടി ചേർത്ത് വെച്ചിട്ട് ഫ്ലവർ പോലെ അതൊന്ന് അറേഞ്ച് ചെയ്തതിന് ശേഷം ത്രെഡ് വെച്ചിട്ട് അത് നന്നായിട്ട് ടൈറ്റിൽ കെട്ടിക്കൊടുക്കാം. ഡീറ്റെയിലിങ്ങിന് വേണ്ടിയിട്ട് വേണമെങ്കിൽ നമുക്ക് ഉള്ളിൽ പെറ്റൽസിന്റെ സ്റ്റാർട്ടിങ്ങിൽ ഗ്രീൻ കളർ ജസ്റ്റ് ഒന്ന് ടച്ച് ചെയ്ത് കൊടുക്കാം. അതേപോലെ തന്നെ നമ്മൾ പെറ്റൽസ് കട്ട് ചെയ്യുന്ന ടൈമിൽ വേസ്റ്റ് ആയിട്ട് വന്ന പീസ് എടുത്തിട്ട് കുനുകുനാന്ന് കട്ട് ചെയ്തെടുത്തിട്ട് അത് നമ്മൾ ഫ്ലവറിൻ്റെ ഉള്ളിൽ വെച്ച യെല്ലോ സ്റ്റെമ്മിലേക്ക് ഒന്ന് ചെറുതായിട്ടൊന്ന് ഒട്ടിച്ചു കൊടുക്കാം. പൂമ്പൊടി പോലെ സെറ്റ് ചെയ്തെടുക്കലാണ് ലക്ഷ്യം. അപ്പോൾ നമുക്ക് ബ്രൗൺ കളർ വെച്ചിട്ട് അതൊന്ന് ഹൈലൈറ്റ് ചെയ്ത് കൊടുക്കാം. ഫ്ലവർ സെറ്റ് ചെയ്യുന്നതിന് മുന്നേ തന്നെ വേണമെങ്കിൽ നമുക്ക് ആ യെല്ലോ സ്റ്റെമ്മിൽ ഇത് സെറ്റ് ചെയ്തെടുക്കാം കേട്ടോ. ബാക്കിയുള്ള പെറ്റൽസ് വെച്ചിട്ട് നമുക്ക് ഇതേപോലെ ഫ്ലവർ സെറ്റ് ചെയ്തെടുക്കണം. അപ്പോൾ ഒന്നിൽ 3 പെറ്റൽസോ അല്ലെങ്കിൽ 4 പെറ്റൽസോ ഒക്കെ വെച്ചിട്ട് നമുക്ക് ഫ്ലവർ സെറ്റ് ചെയ്തെടുക്കാം. ഞാൻ 2 തരത്തിലും ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഫ്ലവറിൻ്റെ താഴത്തെ സെക്ഷനിൽ നമുക്ക് ഗ്രീൻ ടാപ്പ് ഒന്ന് ചുറ്റി കൊടുക്കാം. അപ്പോൾ നിങ്ങളുടെ കയ്യിൽ ഗ്രീൻ ടേപ്പ് ഇല്ലെങ്കിൽ ഗ്രീൻ കളറുള്ള പേപ്പർ ഉണ്ട് അത് ചുറ്റി കൊടുക്കുക. അല്ലെങ്കിൽ എന്തെങ്കിലും കളറുള്ള പേപ്പർ ചുറ്റി കൊടുത്തിട്ട് അതിന് ഗ്രീൻ കളർ കൊടുത്താലും മതി. ഇനി നമുക്ക് കൊന്നപ്പൂവിൻ്റെ മുട്ട് ചെയ്തെടുക്കണം. അതിന് വേണ്ടിയിട്ട് നമ്മൾ വേസ്റ്റ് ആയിട്ട് കട്ട് ചെയ്ത പീസ് ഉണ്ടാവില്ലേ അതെടുത്തിട്ട് ഇതേപോലെ ചെറിയൊരു യെല്ലോ പീസിൻ്റെ ഉള്ളിലേക്ക് വെച്ച് കൊടുക്കുക. എന്നിട്ട് മുട്ട് പോലെ ഒന്ന് ചെയ്തെടുക്കണം. കുറച്ചധികം ഞാൻ ചെയ്തെടുക്കുന്നുണ്ട്. എന്നിട്ട് അതിൽ നിന്ന് കുറച്ച് മുട്ടിൽ ലൈറ്റായിട്ട് ഗ്രീൻ ഒന്ന് കളർ ടച്ച് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അതേപോലെ അതിൽ നിന്ന് 2-3 മുട്ട എടുത്തിട്ട് നമുക്കതിനെ വിരിയാൻ നിൽക്കുന്ന ഒരു പൂമുട്ട് പോലെ ഒന്ന് ചെയ്തെടുക്കണം. അതിനൊന്നും പണിയൊന്നുമില്ല. ജസ്റ്റ് ഒരു മുട്ട എടുക്കുക. അതിന് ചുറ്റും 2-3 പെറ്റൽസ് വെച്ചിട്ടൊന്ന് കെട്ടിക്കൊടുത്താൽ മതി. അങ്ങനെ നമ്മുടെ കൊന്നപ്പൂവും മുട്ടും ഒക്കെ സെറ്റ് ആയിട്ടുണ്ട്. ഇനി ഇതൊക്കെ ഒരു വയറിലേക്ക് അറേഞ്ച് ചെയ്ത് കൊടുക്കണം. ആദ്യം ഗ്രീൻ മുട്ട് വെക്കുക. പിന്നെ അതിൻ്റെ ശേഷം യെല്ലോ മുട്ടുകൾ അറേഞ്ച് ചെയ്യുക. പിന്നെ വിരിയാൻ നിൽക്കുന്ന പൂമുട്ടുകൾ. അതിനുശേഷം നമ്മുടെ കൊന്നപ്പൂവൊക്കെ വെച്ചിട്ട് നല്ല അടിപൊളിയായിട്ടൊന്ന് നമുക്ക് അറേഞ്ച് ചെയ്തെടുക്കണം. അതിന് വേണ്ടിയിട്ട് നിങ്ങൾക്ക് ഗ്രീൻ ടേപ്പോ അല്ലെങ്കിൽ ത്രെഡോ വെച്ചിട്ട് കെട്ടിയെടുക്കാം. അതൊക്കെ നിങ്ങളുടെ ഇഷ്ടം. ഇനി വയർ അത് സൈഡിലൂടെ കാണുന്നുണ്ടെങ്കിൽ അവിടെ ഗ്രീൻ കളർ കൊടുത്താൽ മതി. അങ്ങനെ നമ്മുടെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള കണിക്കൊന്ന ഇവിടെ സെറ്റ് ആയിട്ടുണ്ട്. നേരിട്ട് കാണാൻ നല്ല ഭംഗിയുണ്ട്. എനിക്ക് ഒത്തിരി ഇഷ്ടമായി. നിങ്ങൾക്കോ? നിങ്ങൾ ഇതിന് 10ൽ എത്ര റേറ്റ് കൊടുക്കുന്നുള്ളത് കമൻറ്റ് ചെയ്യുക. ഇനി നമുക്ക് അടുത്തതിലേക്ക് പോവാം. ഇവിടെ ഞാൻ പേപ്പേഴ്സ് വെച്ചിട്ടാണ് ചെയ്തെടുക്കുന്നത്. എൻ്റെ കയ്യിലാണെങ്കിൽ ഇതിനെ പറ്റി യെല്ലോ പേപ്പേഴ്സ് ഒന്നും ഇല്ല. അപ്പോൾ ഞാൻ എന്ത് ചെയ്തു എന്ന് വെച്ചാൽ A4 ഷീറ്റ് എടുത്തു. A4 ഷീറ്റ് ആയാലും കുഴപ്പമില്ല, നോട്ടിലെ പേപ്പേഴ്സ് ആയാലും കുഴപ്പമില്ല. അതെടുക്കുക, കളർ ചെയ്യുക. നമ്മൾ യെല്ലോ കളർ നമുക്ക് വേണ്ട യെല്ലോ കളർ ഒന്ന് പെയിൻറ് ചെയ്ത് കൊടുത്തിട്ട് ഡ്രൈ ആയതിനു ശേഷം നമുക്ക് വേണ്ട ഷേപ്പിൽ ഒന്ന് കട്ട് ചെയ്തെടുത്താൽ മതി. അപ്പോൾ ഞാനിതിന്ന് പെറ്റൽ ഷേപ്പ് കട്ട് ചെയ്തെടുക്കുന്നുണ്ട്. ഇത് വെച്ചിട്ട് പെറ്റൽ ചെയ്തെടുക്കാൻ വലിയ പണിയൊന്നുമില്ല. ഇതേപോലെ പിടിക്കുക. എന്നിട്ട് ഒരു എൻഡ് കൈ വെച്ചിട്ടൊന്ന് തിരിച്ചു കൊടുത്താൽ പെറ്റൽ സെറ്റായി.
നിങ്ങളുടെ കയ്യിൽ ക്രീ പേപ്പറോ അല്ലെങ്കിൽ കട്ട് കുറഞ്ഞ യെല്ലോ പേപ്പേഴ്സ് ഒക്കെ ഉണ്ടെങ്കിൽ അത് വെച്ച് ചെയ്താലും മതി. ഇനി ഡീറ്റെയിലിങ്ങിന് വേണ്ടിയിട്ട് സ്റ്റെമ്മ് സെറ്റ് ചെയ്തെടുക്കണം. അപ്പോൾ ചെറിയ ഗ്രീൻ കളറുള്ള പേപ്പർ എടുത്തിട്ട് ജസ്റ്റ് ഒന്ന് ഇതേപോലെ ഒന്ന് ചുരുട്ടി കൊടുത്താൽ മതി. ഇവിടെ ഗ്ലൂവിൻ്റെ ഒന്നും ആവശ്യമില്ല. ഇതിൽ യെല്ലോ ഞാൻ അങ്ങനെ യൂസ് ചെയ്യുന്നില്ല, കൂടുതലും ഞാൻ ഗ്രീൻ സ്റ്റെം വെച്ചിട്ടാണ് ചെയ്തെടുക്കുന്നത്. അപ്പോൾ നമുക്കിനി നമ്മുടെ കണിക്കൊന്ന് സെറ്റ് ചെയ്തെടുക്കാം. അപ്പോൾ 3-4 പെറ്റൽസ് എടുത്തിട്ട് അതിൻ്റെ മിഡിലിൽ ഈ ഗ്രീൻ സ്റ്റെം ഒന്ന് വെച്ച് കൊടുത്തതിന് ശേഷം ഫ്ലവർ പോലെ ഒന്ന് അറേഞ്ച് ചെയ്യുക. എന്നിട്ട് നമുക്കതൊന്ന് ഒട്ടിച്ചെടുത്താൽ മതി. ഇനി കട്ടിയുള്ള പേപ്പേഴ്സ് ആണെങ്കിൽ ത്രെഡ് വെച്ചിട്ടൊന്ന് കെട്ടി കൊടുത്താലും മതി. അങ്ങനെ ഞാൻ കുറച്ചധികം ഫ്ലവേഴ്സ് ഒന്ന് ചെയ്തെടുക്കുന്നുണ്ട്. ഇനി മുട്ട സെറ്റാക്കാൻ ടിഷ്യൂ പേപ്പർ ചെറിയ പീസ് എടുത്തിട്ട് അതൊന്ന് ചുരുട്ടി എടുത്തതിന് ശേഷം ചെറിയൊരു യെല്ലോ പേപ്പറിനുള്ളിലേക്ക് വെച്ച് കൊടുത്തിട്ട് മുട്ട പോലെ ചെയ്തെടുക്കുകയാണ് ചെയ്യുന്നത്. ഇത് ഞാൻ കുറച്ചധികം ചെയ്തെടുക്കുന്നുണ്ട്. ഇതിൽ നിന്ന് 4-5 മുട്ട എടുത്തിട്ട് അതിന് ചെറുതായിട്ടൊന്ന് ഗ്രീൻ കളർ കൊടുക്കാം. പേസ്റ്റൽ ഗ്രീൻ കളറാണ് ഞാൻ കൊടുക്കുന്നത്. അതേപോലെ തന്നെ 3-4 മുട്ട എടുത്തിട്ട് വിരിയാൻ പോകുന്ന മുട്ട പോലെ പൂമുട്ട പോലെ ഒന്ന് സെറ്റ് ചെയ്തെടുക്കുന്നുണ്ട്. അത് നേരത്തെ ചെയ്തതുപോലെ തന്നെയാണ് ചെയ്തെടുക്കുന്നത്. അങ്ങനെ നമ്മുടെ കൊന്നപ്പൂവിൻ്റെ മുട്ടും അതേപോലെ കണിക്കൊന്നയും ഒക്കെ സെറ്റായി കിട്ടിയിട്ടുണ്ട്. ഇനി ഇതൊക്കെ നമുക്കൊരു വയറിലേക്ക് നേരത്തെ അറേഞ്ച് ചെയ്തതുപോലെ ഒന്ന് അറേഞ്ച് ചെയ്തെടുക്കാം. ഇനി നിങ്ങൾക്കുള്ള ക്വസ്റ്റ്യൻ എന്താണെന്ന് വെച്ചാൽ, ഞാൻ കവർ വെച്ച് ഫ്ലവർ സെറ്റ് ചെയ്ത ടൈമിൽ പെറ്റൽസ് സെറ്റാക്കാൻ വേണ്ടിയിട്ട് 2 മെത്തേഡ് ഞാൻ യൂസ് ചെയ്തിട്ടുണ്ടായിരുന്നു. എന്തായിരുന്നു അത്? അത് നിങ്ങൾ വിശദീകരിച്ച് പറയണമെന്നില്ല. ജസ്റ്റ് ഞാൻ അതിൽ യൂസ് ചെയ്ത പെറ്റൽ സെറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ യൂസ് ചെയ്ത ഐറ്റംസ് എന്താണെന്ന് പറഞ്ഞാൽ മതി. ഈ കവറിൻ്റെ കൂടെ ഞാൻ എന്തോ സംഭവം വെച്ചിട്ടാണ് പെറ്റൽസ് ചെയ്തെടുത്തത്. അപ്പോൾ അതെന്താണെന്നുള്ളത് പറഞ്ഞാൽ മതി. ആൻസർ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിരിക്കുന്ന ലിങ്ക് വഴി എനിക്ക് അയച്ചു തന്നാൽ മതി. ആരും കമൻറ്റിൽ ആൻസർ പറയേണ്ടതില്ല. എങ്ങനെയുണ്ട് നമ്മുടെ പേപ്പർ കണിക്കൊന്ന? നിങ്ങൾക്ക് ഇതിൽ ഏതാണ് കൂടുതൽ ഇഷ്ടമായത്? കവർ വെച്ചിട്ടുള്ള കണിക്കൊന്നയാണോ അതോ പേപ്പർ വെച്ചിട്ടുള്ളതാണോ എന്നുള്ളതൊക്കെ കമൻറ്റ് ചെയ്യുക. ഇഷ്ടമായാൽ ഫ്രണ്ട്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. ലൈക്ക് ചെയ്യാൻ മറന്നവരുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക. അതേപോലെ സബ്സ്ക്രൈബ് ചെയ്യാൻ മറന്നവർ സബ്സ്ക്രൈബ് ചെയ്തുകൂടി ഒന്ന് സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ പുതിയൊരു വീഡിയോ ആയിട്ട് വരുന്നത് വരെ ബൈ.